തമിഴ്നാട്ടിലെ മനമധുരൈ പോലീസ് സ്റ്റേഷനകത്ത് വച്ച് ഒരു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് കൊല്ലപ്പെട്ടു. പോലീസ് കസ്റ്റഡിയിലുള്ള മരണമാണ്. 2 ദിവസം മുമ്പ് മനമധുരൈ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ അവിടെ 2 പേരെ ജയകുമാർ അഴകൻ എന്നിവരെ കത്തി ഉപയോഗിച്ച് ഒരാൾ കുത്തി. അത് ഈ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റായ ആകാശ് ഡെലീഷൻ എന്ന വിദ്യാർത്ഥിയായിരുന്നു. ഇയാൾ എൻജിനീയറിംഗ് പാസ്സായി ശേഷം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളായിരുന്നു. അങ്ങനെ 26 വയസ്സുണ്ട്. 3 NDPS കേസ് ഇയാളുടെ പേരിലുണ്ട്. മറ്റൊരാളെ ഡ്രഗ്സ് അടിച്ച ശേഷം കുത്തിക്കൊല്ലാൻ ശ്രമിച്ചതിനും ഒരു കേസുണ്ട്. ഇയാളെയാണ് മനമധുരൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജയകുമാറും അഴകൻ എന്ന 2 പേരെ കുത്തി. അഴകൻ്റെ മൊഴി വാങ്ങിച്ച് പോലീസ് കേസെടുത്തു. ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കസ്റ്റഡിയിൽ നിന്ന് എടുത്തു ചാടി ഓടിയെന്നാണ് പറയുന്നത്. അവിടെയുള്ള ഒരു ഓവർബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഇയാൾ ചാടി. അയാൾക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടായ ശരീരം മുഴുവൻ. അയാളെ ഉടൻ തന്നെ ശിവഗംഗ മെഡിക്കൽ കോളേജിൽ ആക്കി. പോലീസ് അവിടെ എത്തി ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഏതായാലും 7-ാം തീയതി ശനിയാഴ്ച അവിടുത്തെ പോലീസിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് മജിസ്ട്രേറ്റ് എത്തി ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്തു. പരിക്കേറ്റ് ആശുപത്രിയിൽ കിടന്ന ആളെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അയാളെ 2 ദിവസം മുമ്പ് കസ്റ്റഡിയിൽ എടുത്തതാണെന്നും പറയുന്നു. എന്തായാലും അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്തു. ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ദേഹം മുഴുവൻ പല സ്ഥലങ്ങളിലും ഫ്രാക്ചർ ഉണ്ടായിരുന്നു എന്നാണ്. അത് ഓവർബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി കസ്റ്റഡിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയപ്പോൾ എടുത്തു ചാടി എന്നാണ് പോലീസ് ഭാഷ്യം. എന്തായാലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മധുര ഈ കേസ് അവരെ പ്രതിയെ റിമാൻഡ് ചെയ്ത ശേഷമാണ് പ്രതിയുടെ മരണം ഉണ്ടാകുന്നത്. എന്തായാലും ആകാശിൻ്റെ കസ്റ്റഡിയിടത്ത് തന്നെ ആയിട്ടാണ്. ആ കസ്റ്റഡിയിടത്തിനൊരു കമ്മീഷൻ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹെൻറി ത്രിഭാഗ് എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ അഡ്വൈസർ. അയാൾ കസ്റ്റോഡിയൽ ഡെത്തും ഹ്യൂമൻ റൈറ്റ് വയലേഷനൊക്കെ തമിഴ്നാട് അന്വേഷിക്കാൻ പ്രത്യേക ഒരു വിഭാഗമുണ്ട്. അതിൻ്റെ അഡ്വൈസറാണ് ഹെൻറി ത്രിഭാഗ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് പക്ക കസ്റ്റഡിയിലെത്താണ്. 2025-26 ഇതുവരെ 26ഓളം കസ്റ്റഡിയിലെത്ത് തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആകാശിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. അതിൻ്റെ വിവരങ്ങൾ വെളിയിലോട്ട് വന്നില്ല. എങ്കിലും ശരീരത്തിൻ്റെ പല സ്ഥലത്തും ഫ്രാക്ചർ ഉണ്ടായി, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വന്നു. ഏതായാലും ആകാശ് ഡ്രഗ്സ് അഡിക്റ്റ് ആണെങ്കിലും ആകാശ് ഡെലീഷൻ്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഡെഡ് ബോഡി സ്വീകരിക്കാൻ തയ്യാറല്ല. മധുര രാമേശ്വരം റോഡ് അവർ ഉപരോധിച്ചു. അവരുടെ ഡിമാൻഡ് ആ മരിച്ചയാളുടെ ഫാമിലിക്ക് ഒരു ജോലി കൊടുക്കണം, സാമ്പത്തിക സഹായം ചെയ്യണം, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടി വേണം. എന്തായാലും കേസ് കസ്റ്റഡിയിലെത്തുന്ന ഒരു കേസ് എന്തായാലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 324 അല്ലെങ്കിൽ 326 അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു മർഡർ അങ്ങനെയൊക്കെയുള്ള കേസുകൾ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും മർഡറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇതൊരു കസ്റ്റോഡിയൽ ഡെത്ത് തന്നെ എന്നാണ് പൊതുവെ പറയുന്നത്. SC/ST വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ ആകാശ് സെലീഷൻ എന്ന് പറഞ്ഞ ആൾ. പക്ഷേ കുത്തുകിട്ടിയ ആൾക്കാരും SC/ST വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. ഏതായാലും മരിച്ച അയാൾക്ക് എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിലും അയാൾക്ക് 2-3 NDPS കേസും അതുപോലെ ഒരു അറ്റംപ്റ്റ് ടു മർഡർ കേസും ഉണ്ട്. ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്. അയാളെ ഉപദ്രവിച്ച് അയാളെ ദേഹത്ത് പരിക്കുകൾ ഏൽപ്പിച്ചതെല്ലാം പോലീസാണെന്നാണ് പറയുന്നത്. എന്തായാലും തമിഴ്നാട്ടിലെ ഈ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ മധുരൈ പോലീസ് അതിർത്തിയിൽ ഇപ്പം അന്തരീക്ഷം ശാന്തമായിട്ടുണ്ട്. എങ്കിലും ജനങ്ങൾ വളരെയധികം അവിടെ സർക്കാരിനെതിരായിട്ടും പോലീസിനെതിരായിട്ടും സംഘടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പോലീസ് ഈ കാര്യത്തിൽ ഇടപെട്ട് സമാധാന അന്തരീക്ഷം ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്
എങ്കിലും അവിടെ സംഘർഷഭരിതമാണ് ആ ഏരിയ.